എനിക്ക് എന്താ പറയാനുണ്ടെന്നറിയോ? ഇപ്പം നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നല്ലതായിട്ട് അധ്വാനിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി നമുക്ക് ഏറ്റവും വലുത് എല്ലാവർക്കും 100ൽ ഒരു 90% ആൾക്കാർക്കും അവരവരുടെ കുടുംബമായിരിക്കും വലുത്. ആ കുടുംബത്തിന് വേണ്ടിയായിരിക്കും അവർ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. 10% എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുപ്പയായിട്ടൊക്കെ പോകും. പക്ഷെ 90% ആൾക്കാർ. അപ്പം നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാട്, നമുക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എല്ലാവരെയും പറയുവാണ്. ഇതെല്ലാം നോക്കി നമ്മൾ അടങ്ങി ഇരുന്നാൽ പോരെ. മറ്റുള്ളവരെ നമുക്കെന്താണ് സന്തോഷം കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ചെയ്തിട്ട് അടങ്ങി ഇരുന്നാൽ പോരെ. പിന്നെ ഞാനിങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ചിലർക്ക് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാതെ പോകും. പിന്നെ ആരും കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ഐഡിയിൽ തന്നെ കിടക്കട്ടെ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ തന്നെ ഇരുന്ന് എന്നെ കാണും. ചുമ്മാതിരുന്ന് ഇങ്ങനെ കാണാൻ നല്ല സുഖമല്ലേ. ഇഷ്ടംപോലെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അതൊരു രസമാണ് കേട്ടോണ്ടിരിക്കാൻ. അതിൽ നമ്മളോട് അത്രയ്ക്കും പ്രിയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിരുന്ന് കാണും. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ 1, 2, 10, 15 പേര് ഇവരോട് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി അടുത്ത തലമുറ അനുഭവിക്കും. അപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമുക്ക് എന്താണ് ദൈവം തന്നേക്കുന്നത് അത് മതി. അതനുസരിച്ച് അങ്ങ് ജീവിച്ചു പോകണം. മറ്റുള്ളവരെ ചീത്ത കേട്ടോ, മറ്റുള്ളവരെ അനാവശ്യം പറയണം. നമുക്ക് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടത്തില്ല. അവർക്ക് കുറച്ച് സങ്കടം ഉണ്ടാക്കി അവരുടെ മനസ്സരിച്ചിൽ വാങ്ങി നമ്മുടെ കുടുംബത്തിനകത്താക്കി എന്തിനാണ് അതൊക്കെ?